ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറ്റാർ വാഴപ്പോള പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴപ്പോള എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു തൈകളാണ്. അതിനകത്ത് നമ്മൾ എടുത്ത് ഇനി കുറച്ചും കൂടി വളർന്നാലേ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്, കക്കാട്ട് വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പം ഇവിടുത്തെ ചാവി എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ അച്ഛൻ ഇവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അച്ഛനെ ഇതിന് ചാവിയും വാങ്ങിച്ചിട്ട് ഞാനും വിഷ്ണുചേട്ടനും ദേവനും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂട് നിപ്പുണ്ട്. അപ്പോൾ നല്ല വലിയ കറ്റാർ വാഴയും നിപ്പുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞു മൂടുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ചില ഇലകളൊക്കെ അളിഞ്ഞു പോയിട്ടുണ്ട്, അതേപോലെ തന്നെ കരിഞ്ഞുമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കും യൂസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ന് എടുക്കാം. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഡോക്ടേഴ്സിൻ്റെ വീടാണ്. അവരിവിടെ ഇല്ല, എറണാകുളത്താണ്. അപ്പോൾ ഒരു വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സിനിമ സെറ്റപ്പിനൊക്കെ പറ്റിയ നല്ല വൈബൊക്കെ ഉള്ളൊരു വീടാണ്. ഒരുപാട് ഏരിയ ഉണ്ട്, നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. അത്യാവശ്യം വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല വലിപ്പം നല്ല വണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജെല്ലെന്ന് പറയുന്നത് നമ്മളൊരു കറ്റാർ വാഴപ്പോള എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ജെല്ലെന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. അത്യാവശ്യം നമുക്ക് മുടിക്ക് ഒരു ഫുള്ള് തേക്കാനും ഒരു ജെല്ലിൻ്റെ, അതായത് ഒരു തണ്ടിൻ്റെ അത്രയും ഭാഗം മതി. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് തേക്കുന്നതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പോൾ താരം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലില്ലേ, അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ തന്നെ ഇത് നമ്മൾ രണ്ടായിട്ട് കറ്റാർ വാഴപ്പോള എടുത്തിട്ട് ആ മുള്ളുള്ള ആ രണ്ട് ഭാഗങ്ങളും രണ്ടായിട്ട് ചീകി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആ കറ്റാർ വാഴപ്പോള രണ്ടായിട്ട് അകത്തിയിട്ട് നമ്മുടെ തലയിൽ ഉരച്ച് തേക്കുവാണെങ്കിൽ അടിപൊളി നല്ല ബെനിഫിറ്റാണ്. ആ ഒരു ഇച്ചിങ്ങും കാര്യങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടും മാറും. നല്ല കൂളിംഗ് എഫക്റ്റും ആയിരിക്കും നമ്മുടെ തലയ്ക്ക്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ കണ്ട് ദേവൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വന്നിട്ടുണ്ട്, ദേവനെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ദേവൻ അവിടെ എല്ലാം ഓടിക്കളിച്ചു. ഭയങ്കര വെയിലാണ്, നല്ല വെയിലുണ്ട്. ദേവനെ നമ്മളവിടെ നിർത്തിക്കഴിഞ്ഞാൽ ദേവൻ വീണ്ടും വെയിലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ദേവൻ അവിടെ കൈ പിടിച്ച് അവിടെയൊക്കെ നമ്മളൊന്ന് കാണിച്ച്. അവിടെ നല്ല ചെമ്പകം നിൽപ്പുണ്ട്, വെള്ള ചെമ്പകമുണ്ട്, ചുമപ്പുണ്ട്. ചെമ്പകത്തിൻ്റെ തന്നെ 4 കളറങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തെ വശത്തോട്ടും എല്ലാം ഭയങ്കര വെയിൽ, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. അതിനുശേഷം ജിറാഫിൻ്റെ ഇലയൊക്കെ, അതുപോലെ തന്നെ അമ്പഴങ്ങയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആകെ ഒരു കമ്പേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് നല്ല അമ്പഴങ്ങ. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ. അപ്പോൾ പണ്ടത്തെ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങളതെല്ലാം പറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ്. നമ്മൾ വന്ന് സാധനം കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ദേണ്ട വെയിലായതുകൊണ്ട് ദേവനെ ഞാൻ മറച്ച് പിടിച്ചിങ്ങനെ വരിക. നമ്മൾ ഇറങ്ങുന്ന സൈഡിൽ തന്നെ ഓപ്പോസിറ്റിലാണ് തൊട്ടാവാടി കിടക്കുന്നത്. അപ്പോൾ എത്ര നാളായെന്നറിയാമോ തൊട്ടാവാടി കണ്ടിട്ട്? പറയുമ്പോൾ തന്നെ അത്ഭുതമാകുന്നു. നേരത്തെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് കാണാൻ പോലും ഇല്ല. തൊട്ടാവാടിയുടെ പാടം പോലെ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. പിന്നെ ഒന്ന് തൊട്ടൊക്കെ നോക്കി. കുറേ നാളായി ഇങ്ങനെ തൊട്ടാവാടിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. പണ്ടൊക്കെ നേരത്തെ എവിടെ നോക്കിയാലും തൊട്ടാവാടിയായിരുന്നു. ഇപ്പോൾ ഇത് കാണാൻ പോലും ഇല്ല. നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗി, അത് എടുക്കാൻ വേണ്ടി തോന്നി. അങ്ങനെ നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് ശേഷം അച്ഛൻ്റെ മോനും ഒക്കെ അവിടെ നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ മോൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ കറ്റാർ വാഴപ്പോള എല്ലാം നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിലാക്കി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.